ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് ഇപ്പം നമുക്ക് നോയമ്പൊക്കെ വലിയ നോയമ്പൊക്കെ തുടങ്ങിയില്ലേ. അപ്പം ഇന്ന് ഞാൻ വചനം വായിക്കാനൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരു അരമണിക്കൂറൊക്കെ വചനം വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് വചനം റോമ 12 ഇങ്ങനെ വായിച്ചു വരുവാണേ. വായിച്ചു വന്നപ്പോൾ എത്ര പ്രാവശ്യം ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് എന്നെ പിടിച്ച് നിർത്തി. എന്താണെന്ന് നോക്കിയോ, നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, കൈ, കാലുകൾ, ഇതെല്ലാം അവയവങ്ങളാണല്ലോ. അപ്പം വചനത്തിൽ പറയണോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. കണ്ണ് കാണുന്നതല്ല കണ്ണ് കാണുന്നു, കണ്ണ് കാണുന്നതല്ല ചെവി കാണുന്നത്, ചെവി കേൾക്കുവാണ്, അല്ലേ? മൂക്ക് അതൊരു അവയവമാണല്ലോ, അത് നമ്മൾ ശ്വസിക്കുന്നു. പിന്നെ കൈയുണ്ട്, കാലുണ്ട്, ഇതെല്ലാം അവയവങ്ങൾ. അപ്പം പറയുന്ന അനേക അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല, അതുപോലെ ധർമ്മമല്ല. അപ്പം ഇത് വചനം പറയണം, ഇതുപോലെ തന്നെയാണ് നാം പലരാണെങ്കിലും, അല്ലേ? ഒരു കുടുംബത്തിൽ തന്നെ പല ആൾക്കാർ, അച്ഛൻ, അമ്മ, മകൻ, മകള്, എല്ലാവരും പല ആൾക്കാർ. അതുപോലെ ഈ ലോകം മുഴുവനും പല ആൾക്കാരാണ്, പല തരത്തിൽ പല സ്വഭാവക്കാർ. അപ്പം ഈശോ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. അപ്പോൾ ഈ ഏക ശരീരം, ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ തന്നെ നമ്മളുടെ സൃഷ്ടാവായ ദൈവത്തിൽ നമ്മൾ പല അവയവങ്ങളാണ്. ആ ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് നമ്മളെല്ലാം, പല അവയവങ്ങളാണ്. അപ്പം നമ്മുടെ പിതാവ് ദൈവമാണ്, ആ ദൈവത്തിൻ്റെ മക്കളാണ്. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവം പിതാവായ ദൈവം, ആ അവയവങ്ങളെല്ലാം നമ്മൾ പല അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ ദൈവത്തിൻ്റെ മക്കളാണ്. എന്താ, പല അവയവങ്ങളാണ് നമുക്ക്. അപ്പം ഈ ഓരോ അവയവത്തിനും ഓരോ ആൾക്കാർക്കും പല, ഇപ്പൊ എൻ്റെ കൈ ചെയ്യുന്ന ജോലിയല്ല കാല് ചെയ്യുന്നത്, മൂക്ക് ചെയ്യുന്ന ജോലിയല്ല ചെവി ചെയ്യുന്നത്, അല്ലേ? പല അവയവങ്ങൾ പല ജോലിയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ആ ശരീരത്തിലെ, യേശുക്രിസ്തു എന്ന ശരീരത്തിലെ പല അവയവങ്ങളാണ് നമ്മൾ. ഈ അവയവങ്ങൾക്കെല്ലാം ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്, പല ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ യോഹന്നാനിൽ പറയുന്നുണ്ട്, 15-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും. ഈ ബൈബിളൊക്കെ ഉണ്ടല്ലോ, ദൈവം അങ്ങ് ഉറപ്പിക്കുകയാണ്, നിങ്ങളെൻ്റെ മക്കളാണ്. പിതാവായ ദൈവത്തിൽ നിങ്ങൾ ഒരു ദൈവമുള്ളൂ, ആ ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു ശരീരത്തിൽ നമ്മളെ എത്രമാത്രം നമുക്ക് മനസ്സിലേക്ക് തരാൻ ശ്രമിക്കുന്നു, അത്ര എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ തന്നെ ആ അവയവങ്ങൾക്ക് പല ജോലികളാണ്, അല്ലേ? എല്ലാവർക്കും പല ജോലികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെല്ലാം ഏക ശരീരം, ഒരു പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ശരീരത്തിലെ, യേശുവാകുന്ന ശരീരത്തിലെ പല അവയവങ്ങളാണ് നമ്മളെല്ലാം. നമുക്ക് ദൈവം പല കഴിവുകൾ തന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. വൺ വേ അല്ല ഇത്, നിങ്ങൾ എന്നിൽ വസിക്കും, അപ്പം ഞാൻ നിങ്ങളിലും വസിക്കാം. ഇന്ന് ലോകത്ത് എന്തോ കാണുന്നത്, ഇങ്ങോട്ട് സ്നേഹിക്കും, അങ്ങോട്ടില്ല. ഇന്നൊക്കെ ആത്മഹത്യ കാരണം എന്താ? ഇന്ന് ആത്മഹത്യ എല്ലാവരും, കാരണം നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം തിരിച്ച് കിട്ടുന്നില്ല. ഇപ്പം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് വേറൊരുത്തിക്ക് കൊടുക്കുന്നു ആ സ്നേഹം. നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ദൈവസന്നിധിയിൽ അവർ ഒന്നിച്ചു, അല്ലേ? നമ്മൾ പള്ളിയിലാണെങ്കിൽ ഒന്നിച്ച് അവിടെ നമ്മൾ വ്രതം എടുത്തു. ഞാൻ അവസാനം വരെ രോഗിയാണേലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന, മരണം വരെ ജീവിക്കുന്ന പ്രതിജ്ഞ എടുത്തവർ ഇന്ന് കാണിക്കുന്ന എന്തുവാണ്? ഒരാൾക്ക് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനും വേറൊരുത്തിയാണ് സ്നേഹിക്കുന്നത്. അപ്പം വൺ വേ ആണ്, തിരിച്ചങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം ഈശോ ഇവിടെയാണ് പറയുന്നത്, ഇവിടെയാണ് ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ എന്നിൽ വസിക്കും, എന്നിൽ വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പം നമ്മൾ ആ ദൈവത്തോടങ്ങ് നമ്മൾ ഒന്നിച്ച് ചേരുമ്പോൾ, ആ മുന്തിരിച്ചെടിയാകുന്ന ശാഖയിൽ
നമ്മൾ ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കുന്ന ആരാ? ദൈവത്തിൻ്റെ മക്കളും ചേരുമ്പോൾ ദൈവത്തിൻ്റെ ഫലങ്ങളാണ്. ഈശോ പരിശുദ്ധനാണല്ലോ. വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പൊന്നുമില്ല, പരിശുദ്ധി മാത്രം. മറ്റുള്ളവരെ നന്മ കാണും, മറ്റുള്ളവരെ സ്നേഹിക്കുക, തനിക്കുള്ളവ പങ്കുകൊടുക്കുക. അപ്പം നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പം പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വരുന്നത്. ആരൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ ദൈവത്തിൻ്റെ ഫലങ്ങളാണ് പിന്നെ വരുന്നത്. പിന്നെ മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ, ദൈവം പറയുന്നത് എന്താ? മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. നിനക്ക് കയ്യൂക്കൊണ്ട് ശരീരത്തിന് നിനക്ക് ആരോഗ്യം, പണവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിനി ആരും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവിടെ അധംപതനവും അവിടെ തുടങ്ങും. എപ്പോൾ നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നോ, അപ്പം അവിടെ നമ്മൾ വീണു പോകും. നമുക്ക് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ സൃഷ്ടാവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അതിനോട് ചേർന്ന് നിന്ന്, ആ സൃഷ്ടാവ് ദൈവത്തോട്, യേശുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ധാരാളം ഫലം, നമ്മൾ വിചാരിക്കുന്നേക്കാളും ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുവിൻ. എന്നുവെച്ചാൽ ഞാൻ വചനം പറയുന്നുണ്ട്, പിന്നെ നമുക്ക് ഒരു ശരീരത്തിൽ നാം പലരാണെങ്കിൽ ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ഇത് ഒരൊറ്റ പോയിന്റ് മതി. ഈ ഏക ശരീരത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മൾ പല അവയവങ്ങൾ, യേശുവിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളാണ്. അപ്പം നമ്മൾ ആ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും നമ്മൾ ഊറ്റിയെടുത്ത ആ ഫലം, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പം എന്നിട്ട് പറയാം, മുന്തിരിച്ചെടി നിൽക്കാതെ ശാഖയ്ക്ക് നല്ല ഫലം ഒന്നും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ആരൊക്കെ അതിൽ നിന്ന് അറുത്ത് മുറിച്ച് മാറി നിൽക്കുന്ന, ദൈവത്തെ വേണ്ട, സഭ വേണ്ട, പിന്നെ മതങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, ദൈവം ഒന്നും വേണ്ട, തിന്നുക, കുടിക്കുക, കുറെ പൈസ ഉണ്ടെന്നും പറഞ്ഞ് എന്തും തോന്നിവാസവും ചെയ്യുക. എന്നിട്ട് ആരാധന എല്ലാ തരികിടയും കാണിച്ചേച്ചും ഇവിടെ ഗംഗാനദിയിൽ കുളിക്കാൻ പോകും, ആരാധനകൾ അർപ്പിക്കും. പിന്നെ അപ്പം ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന്, സൃഷ്ടാവിൽ നിന്ന് മാറി നിൽക്കരുത്. മാറി നിന്നാൽ നമ്മൾ എല്ലാ ഫലം പുറപ്പെടുവിക്കുന്ന എല്ലാം തിന്മയുടെ, സാത്താൻ്റെ സ്വഭാവങ്ങളാണ്. അതല്ല ഇന്ന് ആത്മഹത്യകൾ, പിന്നെ ബലാത്സംഗം, എന്തുവാണ്, മറ്റുള്ളവരെ ചതിക്കുഴിയിൽ വീഴ്ത്തിക്കാവോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുകയാണ് ഇന്ന് മനുഷ്യർക്ക്. കാരണം ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ അരാജകത്തിൻ്റെ, എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ നോയമ്പ് കാലത്തെങ്കിലും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ, നല്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക. നമ്മൾ എത്ര നിങ്ങൾ സാരമില്ല, ഇതിപ്പോൾ നോയമ്പ് 40 ദിവസം നോയമ്പിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരും. നമ്മൾ ചേർന്ന് ദൈവത്തിനോട്, ദൈവം ക്ഷമാശീലനാണ്, ആ പാപമില്ലാത്തവനാണ്. ഈ പാപമില്ലാത്തവന് അവനോട് നമ്മളുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാ തെറ്റുകളും അവൻ്റെ അടുക്കൽ 1 മണിക്കൂർ കിട്ടുന്ന ദിവസം ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇങ്ങനെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ ഇങ്ങനെ എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആർക്കും ഒരു നന്മയില്ല, എല്ലാം ഞാൻ പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കുടി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല എന്നെക്കൊണ്ട്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ആ ദൈവസന്നിധിയിൽ പോയി ഒന്ന് ഇരുന്ന് കൊടുത്തേ. ദൈവം നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ദൈവസന്നിധിയിൽ പോയി ഒന്നും പറയണ്ട, നിങ്ങൾ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ദൈവത്തിന് മനസ്സിലാവും നിൻ്റെ സങ്കടങ്ങളും എല്ലാം. ദൈവത്തിന് ശരിക്കും മനസ്സിലാവും. അപ്പം നമ്മൾ അങ്ങനെ ചേർന്ന് അങ്ങനെ എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ്, 10-15 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളുടെ ആ തെറ്റുകൾ, നമ്മളുടെ എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്താണെന്ന് അത് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, അതെല്ലാം താനെ പതുക്കെ ദൈവം അതൊക്കെ കഴുകിക്കളയും. തൻ്റെ രക്തം കൊണ്ട് കഴുകിക്കളയും കേട്ടോ. അപ്പം ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഈ നോയമ്പ് സമയം എല്ലാവരും. അപ്പം ഫലങ്ങൾ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ പിന്നെ എന്ന് തീരുമാനിക്കുക, അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നല്ല നല്ല ഫലങ്ങൾ വരും. ആനന്ദം, സമാധാനം, ക്ഷമ, എല്ലാവരോടും ക്ഷമിക്കാനുള്ള
ആ ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്നാൽ മതി. ഒന്ന് 10, 15 മിനിറ്റ്, ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ഒന്ന് ഈ നൊയമ്പ്, ഈ 40 ദിവസവും ഒന്ന് ഇരുന്ന് നോക്കിയേ. നമുക്ക് മറ്റ് ഒന്നും നിങ്ങൾക്കൊന്നും പറയാൻ സാധിക്കുന്നത് വേണ്ട. അവിടുന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്കിയേ. അപ്പം പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു ധാർഷ്ട്യ സ്വഭാവം ഉണ്ടല്ലോ, പിന്നെ മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും വെറുപ്പും അതെല്ലാം താനെ ഉരുകി ഉരുകി പോകും. ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അപ്പം പിന്നെ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തോന്നണമെങ്കിൽ ദൈവസന്നിധിയിൽ അല്പനേരം ഒന്ന് ഇരിക്കുക കേട്ടോ. ആരെയും ശപിക്കരുത്. ആരെയും. കാരണം നമുക്കതിന് നമുക്ക് ദൈവം അത് അനുവദിക്കുന്നില്ല. അത് ദൈവത്തിനുള്ളതാണ്. വിട്ടുകൊടുക്കുക. ആരൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുക അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കേട്ടോ. നമുക്ക് നല്ലതേ വരുള്ളൂ. നല്ല ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതുപോലെയുള്ള നല്ല നല്ല ചിന്തകൾ വരണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക. പറ്റുമെങ്കിൽ ബൈബിൾ വായിക്കുക. ബൈബിൾ കയ്യിലെടുക്കുക. ഒരു ജസ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ബൈബിൾ കയ്യിലെടുത്ത് ഇന്ന് വെറുതെ അപ്പോൾ എനിക്കിന്ന് തോന്നി, പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു ഇച്ചിരി പിന്നെ 12 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം ഇങ്ങനെ വായിച്ചപ്പോൾ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ നമ്മളൊക്കെ ഏക ശരീരമാണ്. അപ്പം ഈ ഏക ശരീരത്തിൽ ദൈവത്തിൽ ഏക ശരീരത്തിലായിരുന്നാൽ മാത്രമേ മറ്റുള്ളവൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലായി? ഏക ശരീരത്തിൽ പല അവയവങ്ങളാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വിരൽ മുറിച്ചാൽ മുറിച്ച് കളഞ്ഞാൽ ചോര ഇറ്റിറ്റ് വീണ് അല്ലേ, നമുക്ക് വേദനയും സങ്കടവും. ഇതുപോലെ തന്നെയാണ് എല്ലാ ദൈവമക്കളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഒരു അവയവത്തിന് നമ്മളെല്ലാവരും അവയവങ്ങളാണ്. അപ്പോൾ എന്നിലെ അവയവത്തിലെ ആരെങ്കിലും മുറിച്ച് കളഞ്ഞാൽ ഇപ്പം മറ്റു മക്കളൊക്കെ ഉണ്ട്, ദൈവത്തിൻ്റെ മക്കളെല്ലാം അവിടെ ശബ്ദം ഉയർത്തും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഏഷ്യാനെറ്റിലെ ഒരു ചാനലിൽ ഒരു പിന്നെ സഹോദരി ഇങ്ങനെ പിന്നെ മറ്റേ 10ാം ക്ലാസ്സുകാരനെ കൊന്നപ്പോൾ, കൂട്ടുകാരെല്ലാം കൂടെ കൊന്നപ്പോൾ അവൾ ശബ്ദം ഉയർത്തുന്നു. അത് ഏതോ ദൂരത്തിലുള്ള ഒരു സഹോദരിയാണ്. അവർ ഈ മോൻ്റെ അടുത്തുള്ള ഒന്നുമല്ല, ബന്ധുക്കളുമല്ല. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത് അങ്ങനെ ശബ്ദം ഉയർത്താൻ അവർക്ക് വേണ്ടി? സഹോദരി പറയാണ്, അവൻ എൻ്റെ മോനല്ല, പക്ഷേ എൻ്റെ ചങ്ക് കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരു മകനാണ് അവനും. എന്നെപ്പോലെ എൻ്റെ മോനെപ്പോലെ ഒരു മകനാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് മാത്രമേ അങ്ങനെ അവൻ്റെ ദുഃഖം എൻ്റെയും ദുഃഖമാണ്, ആ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെയും ദുഃഖമാണെന്ന് തോന്നുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരു ശരീരത്തിലെ മക്കളാണ് നമ്മളെല്ലാവരും. ആരെയും വേദനിപ്പിക്കരുത്. കാരണം ഇതിനെല്ലാം നമുക്ക് ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ടി വരും. ഒരിക്കലും ഒരു വിധിയാളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കില്ല. എപ്പോഴും എന്ത് അക്രമങ്ങൾ ചെയ്താൽ ദൈവം മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കില്ല. ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒരു വിധി നമ്മൾ വിധിയുടെ മുമ്പിൽ, വിധിയാളൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് മാത്രം ചേർന്ന് നിൽക്കുക. എന്തോരം വചനങ്ങളുണ്ടല്ലോ. ഈ നൊയമ്പ് സമയത്തെങ്കിലും നിങ്ങൾ അല്പം ഒന്ന് വചനങ്ങൾ വായിക്കണേ. നല്ല നല്ല വചനങ്ങൾ. അയ്യോ ശരിക്കും ഞാനിപ്പോൾ എന്നും വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നും ദൈവത്തോട് പിന്നെ ആത്മാവിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഈ 40 ദിവസവും ദൈവത്തോട് 5 10 മിനിറ്റ് എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പോയിരിക്കുക. വചനം വായിക്കുക. ഒരു അധ്യായമെങ്കിലും ഇപ്പം 2ാം അധ്യായമൊക്കെ പ്രഭാഷകൻ 2ാം അധ്യായമാണ് വായിക്കുന്നതെങ്കിൽ 2ാം അധ്യായം മാത്രം ഒന്ന് നിർത്തി വായിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. എന്നും ബൈബിൾ വായിച്ച് നോക്ക്. നമ്മളിലുള്ള എല്ലാ അശുദ്ധ ചിന്തകളും എല്ലാ അസ്വസ്ഥതകളും നമ്മളറിയാതെ നീങ്ങിപ്പോകും. പിന്നെ നമ്മൾ പുതിയ ഒരു സൃഷ്ടികളായിട്ട് വരും കേട്ടോ. തീർച്ചയായിട്ടും മുടങ്ങാതെ ബൈബിൾ വായിക്കണേ ഈ 40 ദിവസം. പിന്നെ അത് താനെ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. 40 ദിവസവും എല്ലാവരും മുടങ്ങാതെ ബൈബിൾ വായിക്കുക. ദൈവസന്നിധിയിൽ പോയിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല മനുഷ്യരാണ്. സാത്താന് നിങ്ങൾ വിട്ടുകൊടുക്കരുത് കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരട്ടെ. നമ്മളെല്ലാവരും ഒരു സ്വർഗീയ പിതാവിൻ്റെ അപ്പനാണ്. യേശുവിൻ്റെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്ക് ആരെയും വെറുക്കാതിരിക്കാം. എല്ലാവരെയും സാരമില്ല, വേദനിപ്പിക്കുന്നവരെയൊക്കെ അവരെ അനുഗ്രഹിച്ച്
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആം, ഒരിക്കലും അവരെ ശപിക്കരുത് കേട്ടോ. അവരറിയുന്നില്ല, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. ഈശോ കുരിശിൽ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് മാതൃകയാണ് ഈശോ. ഈ ഈശോനെ കൊന്ന് പിന്നെ തടിമീശ പറിച്ചെടുത്ത് മുഖത്ത് തുപ്പി എന്നിട്ടൊക്കെ ഈശോ പറയുന്നുണ്ടോ പിതാവിനോട്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണേ. നമുക്കും പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഒരാളോടെങ്കിലും നമുക്ക് മനസ്സിൽ പറയാം, വേദനിപ്പിക്കുന്നവരോട്, സാരമില്ല, അവർ ചെയ്യുന്ന എന്തോ പിതാവേ, അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും രാത്രി സമയമാണ്. നല്ല ശുഭരാത്രി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം, നാളെ നല്ലൊരു ദിനം കാണാൻ ഇടവരുത്തട്ടെ. എല്ലാ ആയുരാരോഗ്യവും, എല്ലാ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ദിവസം നിറയട്ടെ. അപ്പം ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.